എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ വെബ് പരമ്പരയുടെ 1734 ദിവസം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ യഹിയ പറക്കവെട്ടിയാണ്. യഹിയാസ് വെൽനസ് സെന്റർ ആലുവ, അതുപോലെ തന്നെ ബ്രാഞ്ച് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. ഡോക്ടർ നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ് അത്യാഹിത ഘട്ടങ്ങളിൽ മനുഷ്യരെയും വളർത്തു മൃഗങ്ങളെയും സസ്യങ്ങളെയും എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് സാർ ഒരു ക്ലാസ് എടുത്ത് നിർത്തിയത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം ആണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഈ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. കഴിഞ്ഞ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അത്യാഹിത ഘട്ടങ്ങളിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതെങ്ങനെ ചെയ്യാം, ഏതൊക്കെ മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം സാർ എടുത്തത്. ഇന്ന് അതുപോലെ തന്നെ വളരെ നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഡോക്ടർ യഹിയ പറക്കവെട്ടിയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. നമസ്കാരം. നമസ്കാരം. ഗുഡ് ഈവനിങ് എവരിബഡി. കേൾക്കാവോ? കേൾക്കാം, കാണാം. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ശൈല തന്നെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലും. അതെ. ഓക്കെ. അപ്പം എമർജൻസി മാനേജ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അന്നത് മുഴുവനായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് പ്ലാൻസിൻ്റെയും ആനിമൽസിൻ്റെയും എത്തിയില്ല. അതിനു മുമ്പ് നമ്മൾ ഫീവർ അനാഫലാക്സിസ് വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത്. മനസ്സിലായില്ല. ഇനി അടുത്തത് ഫീവർ, ഹെഡ് ഇഞ്ചറി, ബ്ലീഡിങ്, ബേൺസ്, അൺകോൺഷ്യസ്നസ്, സിവിയർ അബ്ഡമിനൽ പെയിൻ, ദെൻ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, പിന്നെ ആനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്. ഇത്രയും കൂടി ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ വലിയ ഡീറ്റെയിൽസിലേക്കും പോകില്ല ഞാൻ, കാരണം ജസ്റ്റ് മരുന്നുകൾ മാത്രമായിരിക്കും. ഒരു 45 മിനിറ്റ്സ് കൊണ്ട് നിർത്തുകയും ബാക്കി ഡിസ്കഷനിലേക്ക് പോയെങ്കിൽ മാത്രമേ അത് വർത്തിയാവത്തുള്ളൂ. അപ്പം കാരണം നമുക്കെല്ലാം ഈ മെഡിസിൻ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ വലിയ വിദഗ്ധരാണെങ്കിലും പലപ്പോഴും ഏത് പൊട്ടൻസി കൊടുക്കണം, എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം, ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ വരികയും അങ്ങനെ പലപ്പോഴും നമുക്ക് കേസുകൾ ഫെയിൽ ആവുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കും, പക്ഷേ പൊട്ടൻസി ശരിയായിട്ടുണ്ടാകത്തില്ല, റെപ്പിറ്റ് ശരിയായിട്ട് ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്ത കേസുകളൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്യും. കാരണം ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്ത് വിടണം. സർജിക്കൽ കേസുകൾ നമ്മളെടുത്ത് എടുക്കാനോ പിന്നെ ട്രീറ്റ് ചെയ്യാനോ പറയുന്നില്ല, അതൊക്കെ റെഫർ ചെയ്ത് വിടേണ്ട കേസുകളാണ്. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം എപ്പോഴും ഹോമിയോപ്പതി കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം അതിനൊരു ബാരിയർ അല്ലെങ്കിൽ ഒരു മാർക്ക് നമുക്ക് വെക്കാൻ പലപ്പോഴും പറ്റാറില്ല. ഏത് ഹോമിയോപ്പതിയിൽ നിൽക്കും, ഏത് നിൽക്കില്ല എന്ന് പലപ്പോഴും പറയാൻ പറ്റില്ല. ഇപ്പോഴും വരുന്ന കേസുകളൊക്കെ മൾട്ടിപ്പിൾ ഡയഗ്നോസിസ് ഉള്ള കേസുകളാണ് പലതും വരുന്നത്. പലരും 8-10 മെഡിസിൻസ് കഴിച്ചുകൊണ്ടാണ്. മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും, റീനൽ ഫെയിലിയർ ഉള്ളവരായിരിക്കും, ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ആർത്തറൈറ്റിസ് കാണും, മറ്റ് പല കംപ്ലയിൻസ് കാണും. ഇതിനൊക്കെ 4-5 മരുന്നുകൾ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ പുതിയൊരു കംപ്ലയിൻറ്റ് വരുമ്പോൾ ഹോമിയോപ്പതി കഴിക്കണമെന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം പഴയ ഒരു മരുന്നുകളും നമുക്ക് നിർത്താൻ പറ്റില്ല, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഹോമിയോപ്പതി കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് കേസുകൾ എടുക്കാൻ ഒരു മാസ്റ്റേഴ്സ് ആരും തന്നെ നമ്മളെ അഡ്വൈസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഇത്ര കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന കേസുകളൊക്കെ നിങ്ങൾ എടുക്കണ്ട എന്ന് തന്നെയാണ്, ട്രീറ്റ് ചെയ്യേണ്ട, അത് ഇൻക്യൂറബിൾ കേസുകളാണ് എന്ന് തന്നെയാണ് എന്നെ ലേബൽ ചെയ്തിരിക്കുന്നത്. ഇൻക്യൂറബിൾ കേസ്. അത് പിന്നെ നമ്മൾ പാലിയേറ്റ് ചെയ്യാനോ സപ്രസ് ചെയ്യാനോ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ എടുക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ ആദ്യമേ കുറച്ച് പേരോട് ജോയിൻ ചെയ്തോട്ടെ. ഞാൻ ഒരു കേസ് ഒന്ന് കാണിക്കാം. ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് ഞാൻ മാനേജ് ചെയ്തിരുന്ന ഒരു ഡയബറ്റിക് ഗാംഗ്രീൻ ആണ്.
അതൊന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് ഫീവറിലേക്ക് പോകാം. ഗാംഗ്രീൻ ഒന്ന് ഷെയറിംഗ് ഓപ്ഷൻ ഒന്ന് ആക്റ്റീവ് ആക്കണേ. യഹിയ, ഡോക്ടർ യഹിയ. ഒരു ഗാംഗ്രീൻ, ഡയബറ്റിക് ഗാംഗ്രീൻ ആണ്, ഫുട്ടാണ്, തൃശ്ശൂർ എന്ന് വരുന്നൊരു കേസാണ്. കാണാവോ? കാണാം. യെസ്, ഇത് ഡയബറ്റിക് ഗാംഗ്രീൻ ആണ്. ഇത് ബിലോനി ആംബുട്ടേഷൻ പറഞ്ഞൊരു കേസാണ്. ബിലോനി ആംബുട്ടേഷൻ പറഞ്ഞ കേസാണ്. ഒരു ഓട്ടോ ഡ്രൈവർ. ഈ കേസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? കാരണം വളരെ ഒഫെൻസീവ് ഓർഡർ, ദെൻ ലോസ് ഓഫ് സെൻസേഷൻ. പക്ഷെ ചില ഭാഗങ്ങളിൽ സിവിയർ പെയിൻ, മുകളിലോട്ടുള്ള ഭാഗത്തെല്ലാം. കാരണം ഈ ഫുട്ട് മുതൽ ആംഗിൾ ജോയിന്റ് മുതൽ അങ്ങോട്ട് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ആംഗിൾ ജോയിന്റ് താഴോട്ട് ഏതാണ്ട് 5 വിരലും ഗാംഗ്രീൻ അടിച്ചിരിക്കുക. ഫുള്ളി ബ്ലാക്ക് ആണ്. അത് കണ്ടോ? അതിനകത്ത് നമ്മൾ ഈ കഡാവർ, ശരിക്കും അനാറ്റമി ഡിസെക്ഷൻ സമയത്ത് നമ്മൾ കഡാവറിലാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത് അല്ലേ? അത് എല്ലാ വിരലും ജസ്റ്റ് ബോൺ മാത്രമാണ് കാണുന്നത്. ഇതായിരുന്നു സിറ്റുവേഷൻ. അപ്പോൾ ബിലോനി ആംബുട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആരോ പറഞ്ഞ് റെഫർ ചെയ്തിട്ടാണ് ആലുവ ക്ലിനിക്കിൽ ഇദ്ദേഹം വരുന്നത്. ഒരു 6 മാസം കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റിലാണ്. അത് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ക്ലിനിക്കിൽ പോയേ പറ്റൂ. അപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരുള്ള നേഴ്സുമാർ പറയും ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഒഫെൻസീവ് ഓർഡറാണ്, സ്കിന്നെല്ലാം അങ്ങോട്ട് ലൂസായി കംപ്ലീറ്റ് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ ഇളകി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവർക്ക് അത് ഒഫെൻസീവ്നെസ് കാരണം ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നേഴ്സുമാർ സമ്മതിക്കുന്നില്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു സിറ്റുവേഷൻ. അത്രയും വേഴ്സ് ആയിട്ടുള്ള ഒരു കേസ്. നമ്മൾ if only you take challenges, then only we will succeed. അതാണ് പലപ്പോഴും എന്നെ എപ്പോഴും പിന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേസുകളുടെ ചലഞ്ചിങ് കേസുകളാണ്. ഒരു കേസും പറ്റില്ല എന്ന് പറയാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. പറ്റുന്ന കേസുകളെല്ലാം തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുകയും ആരെങ്കിലുമൊക്കെ സീനിയേഴ്സിനടുത്ത് ചോദിക്കുകയും ഒരുപാട് ലിറ്ററേച്ചർ വായിക്കുകയും അങ്ങനെ അതൊരു തപസ്സായിട്ട് എടുത്ത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കേസ് വന്നാൽ കഴിയുന്നത്ര ഞാൻ മാനേജ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഇത് ഒരു 6 മാസത്തിന് ശേഷം ഈ കേസ് ഒന്ന് കാണിക്കാം ഞാൻ. ജസ്റ്റ് ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയത്. നിങ്ങൾ കാണുന്നുണ്ട്, ഫുള്ളി ഗ്രാനുലേഷൻ ടിഷ്യൂ വന്നിട്ടുണ്ട്. ആ 4 വിരല് പൊഴിഞ്ഞു പോയി, സ്വന്തമായിട്ട് പൊഴിഞ്ഞു. ആരും ഒന്നും ചെയ്യാതെ തന്നെ അത് പൊഴിഞ്ഞു പോയ കേസാണ്. ഇനി ഒരു വിരലൂടെ ഉണ്ട്, അതും പൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു വിട്ടിരിക്കുക. പക്ഷേ ഒരു 3rd ഡേ മുതൽ, മരുന്ന് കൊടുത്ത് 3rd ഡേ മുതൽ അവർക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. കാരണം സ്മെല്ല് ഫുള്ളായിട്ട് മാറി. അപ്പോൾ നഴ്സുമാർ പറഞ്ഞു ഇനി കൊണ്ടുവന്നുള്ളൂ, ഞങ്ങൾ ഡ്രസ്സ് ചെയ്തോളാം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ഉണ്ട്, പ്ലസ് നമ്മുടെ മെഡിസിനാണ് പോകുന്നത്. വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. അങ്ങേര് ഇപ്പം ഹീല് കുത്തി നടക്കും, ഹീലില് കുത്തി നടക്കുന്നുണ്ട്. പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഡയബറ്റീസ് ഓൾമോസ്റ്റ് സിസീജിയത്തിലാണ്. സിസീജിയം കൊടുക്കുന്നുണ്ട്. ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളാ, ഇൻസുലിൻ നിർത്തി സിസീജിയം ടിഞ്ചർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ടിഞ്ചർ കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചലഞ്ചസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പാലിയേഷൻ വേണ്ടി വരും. അപ്പോൾ ടിഞ്ചർ 20 ഡ്രോപ്സ് വെച്ച് ഡെയിലി കൊടുക്കുന്നുണ്ട്. ആഴ്സനിക് ആൽബാണ് മെഡിസിൻ കൊടുത്ത്. ആഴ്സനിക് ആൽബ് 30 ആണ്. TDS 3 നേരം ആഴ്സനിക് ആൽബ് കൊടുത്തുകൊണ്ടിരുന്നു. പ്ലസ് ഞാൻ ഗൺ പൗഡർ 3x കൊടുത്തു അഡീഷണൽ ആയിട്ട്. ഗൺ പൗഡർ 3x, അതിലാണ് ആ സ്മെല്ല് കംപ്ലീറ്റ് പോയത്. ആക്ച്വലി ഗൺ പൗഡർ 3x ആദ്യത്തെ ഒരു 2 മന്ത്സ് ഗൺ പൗഡർ കൂടി സൈമൾട്ടേനിയസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ സിസീജിയൻ ടിഞ്ചറും പോകുന്നുണ്ട്. ഡയബറ്റീസ് അണ്ടർ കൺട്രോൾ, ഫുൾ ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോം ചെയ്തു. ഒപ്പം പെയിൻ കംപ്ലീറ്റ് മാറി. ദ ഹോൾ ഫാമിലി ഈസ് ഹാപ്പി. ഈവൻ ആ ഡ്രസ് ചെയ്യുന്ന ക്ലിനിക്കിലെ ഡോക്ടർ ഈസ് ഓൾസോ ഹാപ്പി. അവര് ഇതെങ്ങനെ കുറയുന്നു എന്ന് അവർക്കും അറിയില്ല. ആക്ച്വലി അതിന്റെ ഫുൾ ഹിസ്റ്ററി അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല.
മെഡിസിൻ നമ്മളത് പോകുന്നു, ഡ്രസ്സിങ് അവിടുത്തെ ക്ലിനിക്കിൽ നടത്തുന്നു. ഇതാണ് സിറ്റുവേഷൻ. അപ്പം ഗാംഗ്രീൻ നമുക്ക് മാനേജ് ചെയ്യാൻ, ഞാൻ നേരത്തെ ഒരു പയ്യന്റെ ഒരു വിരലിന്റെ ഗാംഗ്രീൻ ഞാൻ നേരത്തെ ഒരു കേസ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഗാംഗ്രീൻ നമുക്ക് മാനേജബിൾ ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഇവിടെ കാണിച്ചത് ആക്ച്വലി. സോ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഇന്ന് നമുക്ക് പ്രോപ്പർ സബ്ജക്റ്റിലേക്ക് വരാം. ഫീവറാണ്. ഫീവർ, ഹൈ ഫീവർ. സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാൻ. ഹൈ ഫീവർ. അപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പനി എന്ന് പറയുന്ന 3 ദിവസം, അതിനപ്പുറം ഒരു പനിയും ചികിത്സിക്കേണ്ടി വരില്ല. ആരെങ്കിലും 3 ദിവസത്തിനപ്പുറം പനി ചികിത്സിക്കുന്നുവെങ്കിൽ അവർ സ്റ്റെതസ്കോപ്പ് കളഞ്ഞിട്ട് പൊക്കളാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഏതെങ്കിലും കുളത്തിൽ ചാടുകയോ കടലിൽ ചാടുകയോ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഹോമിയോപ്പതി ഡോക്ടറാണോ 3 ദിവസത്തിനുള്ളിൽ പനി ചികിത്സിച്ച് മാറ്റിയിരിക്കണം. നോ ഡൗട്ട്. 32 വർഷത്തെ അനുഭവത്തിലാണ് ഈ പറയുന്നത്. അപ്പൊ ചോദിക്കും, ഇപ്പൊ 4 ദിവസം കഴിഞ്ഞൊരു പനി വരുന്നു, അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 1 മാസം വേണമെങ്കിൽ ട്രീറ്റ് ചെയ്തു. നോ, അതിനൊരു പ്രോബ്ലം ഇല്ല. കാരണം ആദ്യമേ അല്ല വന്നിരിക്കുന്നത്. അവർ പാരസെറ്റമോൾ കഴിച്ചു, അല്ലെങ്കിൽ തുളസി സിറപ്പ് കഴിച്ചു, അതല്ലെങ്കിൽ പനിക്കൂർക്കയും കുരുമുളകും പിന്നെ ഇട്ട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നിങ്ങൾ ട്രീറ്റ് ചെയ്തു. ഒരാഴ്ച 2 ആഴ്ച ട്രീറ്റ് ചെയ്തു. പക്ഷേ ഒരു ബോഡി പെയിൻ, ഹെഡ് ഏക്ക്, ത്രോട്ട് ഇറിറ്റേഷൻ ആയിട്ട് ഒരു ജലദോഷവുമായിട്ട് ആദ്യമേ വരുന്ന ഒരു കേസ്, അത് നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ മാനേജ് ചെയ്തിരിക്കണം. 3 days. അത് ചിലപ്പോൾ മീസിൽസോ മംസോ അതല്ലാന്നുണ്ടെങ്കിൽ ടൈഫോയിഡോ എന്തും ആകുമെന്ന് പ്രതീക്ഷിച്ചാൽ യു ഷുഡ് ബി ഏബിൾ ടു അബോർട്ട് ഇറ്റ് വിതിൻ 3 days. അതായിരിക്കണം നമ്മുടെ പോളിസി. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇവിടെ സീനിയേഴ്സ് ഒരുപാട് പേര് ഇരിപ്പുണ്ട്, അവരെല്ലാം ഇത് ചെയ്യുന്നതാണ്. ഞാൻ യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. കാരണം ആദ്യത്തെ ഒരു 10 വർഷം നമ്മളെല്ലാവരും ജൂനിയേഴ്സാണ്, ഫസ്റ്റ് 10 years. ആ സമയത്താണ് ഈ വിദ്യകളെല്ലാം നമ്മൾ ഫൈറ്റി തെളിയുന്നത്. അപ്പം അങ്ങനെയുള്ള പഠനകാലത്ത് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ബാപ്റ്റീഷ്യ ടിഞ്ചർ, യൂക്കാലിപ്റ്റസ് ടിഞ്ചർ, അതുപോലെ ലോ പൊട്ടൻസീസ് ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ 2-3 ദിവസം കൊണ്ട് പനി കുറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പൊട്ടൻസി കൊടുത്ത് തന്നെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതായിരിക്കും അഭികാമ്യം എന്നൂടി ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുക. അപ്പം സാധാരണ ഇപ്പം നമ്മുടെ റിച്ചാർഡ് ഹ്യൂസ് പറയുന്നുണ്ട് ആന്റിപൈററ്റിക്സ് അക്വനൈറ്റ്, യൂപ്പറ്റോറിയം, ജെൽസീമിയം, അതുപോലെ തന്നെ ബാപ്റ്റീഷ്യ, ഇത്രയും പൈറോജൻ, ഇത്രയും മെഡിസിൻസ് ആന്റിപൈററ്റിക്സ് എന്നാണ് റിച്ചാർഡ് ഹ്യൂസ് പറയുന്നത്. അതായത് ഏത് പനിയും നിങ്ങൾ ഇതിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2-3 കോമ്പിനേഷനിലോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പനി വിതിൻ 2 days അല്ലെങ്കിൽ 3 days മാനേജബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അത് തൽക്കാലം ഞാനങ്ങ് മാറ്റി വെക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു ഇറക്റ്റീവ് ഫീവർ ആണ് വരുന്നത്. സപ്പോസ് യു ആർ സസ്പെക്ടിങ് എ മീസിൽസ് ഓർ മംസ് ഓർ സം അതർ ഇറക്റ്റീവ് ഫീവേഴ്സ്, ചിക്കൻ ബോക്സോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻസ് നമ്മൾ അക്കനൈറ്റും ബെൽഡോണയും ജെലിസിമിയും കൊടുത്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം ഇറപ്ഷൻസ് പുറത്ത് വരില്ല, സപ്രഷൻ വരും. 4 ദിവസവും 5 ദിവസവും ഈ പേഷ്യൻ്റ് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ കഴിയുന്നത്ര ഈ ആന്റിപൈററ്റിക്സ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് അക്കനൈറ്റ്, ബാപ്റ്റീഷ്യ, യൂപ്പറ്റോറിയം, ജെൽസീമിയം ആൻഡ് പൈറോജൻ, ഇത്രയും മെഡിസിൻസ് ആന്റിപൈററ്റിക്സ് ആയിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ മെഡിസിൻസ് ഇനീഷ്യലായിട്ട് ഇഫ് യു സസ്പെക്ട് ആൻ ഇറപ്റ്റീവ് ഫീവർ ജസ്റ്റ് ബെറ്റർ അവോയ്ഡ്. അപ്പോൾ ഇത് കൊടുത്ത് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലര്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ 4 ദിവസമോ 5 ദിവസമോ കഴിഞ്ഞിട്ട് ഇറപ്ഷൻസ് പുറത്ത് വരികയും അതിനുശേഷം മാത്രമേ അസുഖം കുറയാറുള്ളൂ, പനി കുറയാറുള്ളൂ. ചിലപ്പോൾ ഒരു ബ്രോങ്കൈറ്റിസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ വാലെ വരികയും ചെയ്യും. അപ്പോൾ കഴിയുന്നത്ര അത് കൊടുക്കാതിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ബ്രയോണിയ, റസ്റ്റോക്സ്, ട്യൂബർകുലിനം, ആന്റിറ്റാറ്റ്, സിംഗമേറ്റ്, ഹെലിബോറസ് ഇതെല്ലാം കൊടുക്കാൻ പറ്റണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ. ഇതൊന്നും കാരണം ടു ബ്രിങ് ഔട്ട് ഇറപ്ഷൻ പലപ്പോഴും കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഇതെല്ലാം. ഇപ്പോൾ സൾഫർ ഉണ്ട് അതിനകത്ത്, ട്യൂബർകുലിന ഉണ്ട്, ദെൻ റസ്റ്റോക്സ് ഉണ്ട്, സിംഗമേറ്റ് ഉണ്ട്,
അപ്പൊ ഇതെല്ലാം APs, ഈവൻ APs is there. അപ്പൊ ഇതെല്ലാം ഏത് പൊട്ടൻഷ്യൽ കൊടുക്കണം നമുക്ക്? ഈ മിക്കവാറും നമുക്ക് പനി മരുന്നുകൾ നോക്കി എല്ലാം വെജിറ്റബിൾ ഒറിജിനാ. ഇപ്പൊ നെക്സോമിക്ക വരുന്നുണ്ട്, സിന വരുന്നുണ്ട്, കമോമില്ല വരുന്നുണ്ട്, അല്ലേ? എല്ലാ വെജിറ്റബിൾ ഒറിജിനാ. ആകെ എക്സെപ്ഷൻ എനിക്കൊന്ന് ഒരു ആഴ്സനിക് ആൽബ്, ഒരു ട്യൂബർക്കുലിനോ മാത്രമാ പനിക്ക് നമ്മൾ കൊടുക്കുമ്പം മറ്റ് അതായത് നോസോൾസോ സാർക്കോൾസോ അല്ലെങ്കിൽ മെറ്റലിനൊക്കെ വരുന്നത്. ബാക്കി എല്ലാം വെജിറ്റബിൾ ഒറിജിനാ. അപ്പോൾ നമുക്ക് ഓഫൺ, കാരണം നൊസോൾസോ സാർക്കോൾസോ ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് 1 മണിക്കൂറോട്ടോ 2 മണിക്കൂറോട്ടോ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡോസ് കൊടുത്താൽ ചിലപ്പോൾ 1 മാസം വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? പക്ഷേ നിങ്ങൾ അക്കനേറ്റോ ബെൽനോണായോ ബ്രയോണിയോ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ റിപ്പീറ്റ് ഇറ്റ് ഓഫൺ. കാരണം വെജിറ്റബിൾ ഒറിജിൻ ആണ്, അത്ര ഡീപാക്റ്റിംഗ് അല്ല. ഓരോ പ്രാവശ്യവും നിങ്ങൾ മരുന്ന് കൊടുക്കുമ്പം പനി കൂടി പോകുന്നെങ്കിൽ സോ യുവർ മെഡിസിൻ ഈസ് ഗെറ്റിംഗ് ആന്റിഡോട്ടഡ്. യു ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് ഓഫൺ. അത് പ്ലസിങ്ങിൽ കൊടുത്തോ നിങ്ങൾ ഒരു ഡോസ് എടുത്തിട്ട് ജസ്റ്റ് ഹാഫ് ഔൺസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് ഹാഫ് അവറിലെയോ അല്ലെങ്കിൽ എവരി 50 മിനിറ്റ്സോ നിങ്ങൾ കൊടുത്താലും കുഴപ്പമില്ല, ബ്രയോണിയായോ റെസ്റ്റോക്സോ ഒക്കെ ആണെങ്കിൽ. അപ്പൊ റെസ്റ്റോക്സിനകത്ത് വെള്ളത്തിനകത്ത് കൊടുക്കരുത്, വെള്ളത്തിനകത്ത് കൊടുക്കുമ്പോൾ അത് ആൻറ്റിബയോട്ടിക് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് അല്ലെങ്കിൽ പൗഡറിൽ കൊടുക്കുക. അപ്പം ഇത്രയാണ് നമ്മുടെ പനിയിൽ നമുക്ക് എടുക്കേണ്ടി വരുന്ന മരുന്നുകൾ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് ബെർത്തിനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടൈഫോയിഡിനം എന്ന് പറയുന്ന മരുന്നാണ്, ടൈഫോയിഡിനം, ബെർത്തിനം. അതുപോലെ സാർക്കോലാക്റ്റിക് ആസിഡ് എന്നൊരു മരുന്നുണ്ട്, അല്ലെ? വയലന്റ് ഇൻഫ്ലുവൻസയ്ക്ക് ഇപ്പൊ വീണ്ടും കോവിഡ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, കോവിഡ് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം സാർക്കോലാക്റ്റിക് ആസിഡ് വയലന്റ് ഇൻഫ്ലുവൻസയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് സാർക്കോലാക്റ്റിക് ആസിഡ്. ബോറിക്കിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇൻഫ്ലുവൻസീനം ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, ഈ ടൈഫോയിഡിനെ ഉപയോഗിക്കേണ്ടി വരും, സാർക്കോലാക്റ്റിക് ആസിഡ് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. വളരെ റയറായിട്ടാണ് ഈ പൈറോജനും ഹെലിബോറസും സിംഗമറ്റും ഒക്കെ, കാരണം അത് ബ്രെയിൻ ഫീവറിലേക്ക് പോകുന്നെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരാറുള്ളത്. സോ നെക്സോമിക്ക ഓൾസോ ഈസ് അനദർ ഡ്രഗ് ഇൻ വിച്ച് യു ക്യാൻ യൂസ്. ഭയങ്കര കുളിരുമായിട്ട് ജെൽസിമിയത്തിന്റെ ഏതാണ്ട് അതേ സിംറ്റം, പക്ഷേ ഓൾഡ് ഏജിൽ ഒരു ഫീവർ വന്നു കഴിഞ്ഞാൽ, ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ബെറ്റർ യൂസ് നെക്സോമിക്ക. അപ്പം ഇത്രയും മെഡിസിൻ എനിക്ക് വന്ന് ഒരു 15 മരുന്നിനകത്തേ വരുന്നുള്ളൂ. നമ്മുടെ റെപ്പർട്ടറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50നും 75നും ഇടയ്ക്കുള്ള മരുന്നുകൾ കിട്ടും പനിക്ക്. ഇത്രയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക്സ് ആണ് ഹോമിയോപ്പതിക്കാർക്കുള്ളത്. പക്ഷെ നമ്മൾ മറ്റ് ഏത് മേഖലയിൽ പോയാലും, അലോപ്പതി പോയി കഴിഞ്ഞാൽ ആകെ ഒരു പാരസെറ്റമോൾ മാത്രമേ ഉള്ളൂ. നോക്കണം, എന്ത് ശുഷ്കിച്ച തെറാപ്യൂട്ടിക്സ് ആണ് അവർക്ക്. ഒരു പാരസെറ്റമോൾ മാത്രമാണ് പനി മാനേജ് ചെയ്യാൻ വേണ്ടി. ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ലാവിഷായിട്ട് സെലക്ഷൻ വേണ്ടിയുള്ള മരുന്നുകൾ കിടക്കുകയാണോ? കാരണം 50 അല്ലെങ്കിൽ 100 മരുന്ന് നിങ്ങൾക്ക് പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ്, അല്ലെ? വലിയ ഷോറൂമിൽ കയറി കഴിയുമ്പം ഒരുപാട് സെലക്ഷൻ ഉണ്ട്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഈ മരുന്നുകളെ കുറിച്ചൊക്കെ നല്ല അവബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി സെലക്ഷൻ, നല്ല കളർ കോമ്പിനേഷൻ, നല്ല ഡിസൈൻ, പെട്ടെന്ന് നമ്മൾ സെലക്ട് ചെയ്തിറങ്ങും, അല്ലേ? എന്ന് പറയുന്ന പോലെയാണ്. പനി മാനേജ് ചെയ്യാൻ വേണ്ടി എന്ത് എളുപ്പമാണ് ഇത്രയും മരുന്നുകൾ നിങ്ങൾ സ്വായത്തമാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ ഇത്രയും മെഡിസിൻസിനെ കുറിച്ച് നല്ല ആധികാരികമായിട്ട് വായിക്കുകയും പഠിക്കുകയും പ്ലസിംഗ് മെത്തേഡിൽ ഉപയോഗിച്ച് ശീലിക്കുകയും ചെയ്യുക. വെള്ളത്തിനകത്ത് മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ പൗഡറിൽ കൊടുത്തിട്ട് വെള്ളത്തിനകത്ത് കഴിക്കാൻ വേണ്ടി പറയണം. ജൂനിയേഴ്സിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു മരുന്ന് കൊടുത്ത് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിന് നല്ലത് ഒരു മരുന്ന് ഒരു പൊട്ടൻസിയിൽ നിങ്ങൾ ഹാഫ് ഔൺസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് എവരി 10 മിനിറ്റ്സ് എവരി 50 മിനിറ്റ്സ് കൊടുത്തു നോക്കി. സോ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇസ് മാർവലസ്, നോ ഡൗട്ട്. ഇവിടെയാണ് ഞാൻ എമർജൻസി മാനേജ്മെന്റ് ആയിട്ട് തന്നെയാണ് ഈ ഹൈ ഫീവർ പറയുന്നത്. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പനി മാനേജ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ നടത്തണം. അല്ലാതെങ്കിൽ യു വിൽ ഫെയിൽ. വേറെ ഒരു കേസും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹെഡ് ഇഞ്ചുറി ആണ്. ഹെഡ് ഇഞ്ചുറി നമുക്ക് മാനേജബിൾ ആണോ അല്ലയോ? നമുക്കറിയാം, മാർണിക്ക, ആറ്റം സെൽഫ് ഒക്കെ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്, അല്ലേ? OPM ഹെഡ് ഇഞ്ചുറിയിൽ പലപ്പോഴും നമ്മുടെ തെറാപ്പിസ്റ്റ് അതൊക്കെ ഏത് ടൈപ്പിലുള്ള ഹെഡ് ഇഞ്ചുറി ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് ഒരു ഹെഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡോസ് മരുന്ന് കൊടുത്തിട്ട് അവന് എമർജൻസിയിലേക്കോ ICUയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് വിടാം. അപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ച് കട്ടിലിൽ നിന്ന് താഴെ വീണാൽ ഉടനെ തന്നെ MRI എടുക്കാൻ CT എടുക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ്
യു ക്യാൻ ഗീവ് 1 dose ഓഫ് ആർണിക്ക 10 or 50. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വിടാം. അപ്പം അവർ സേഫ് സോണിൽ എത്തുമാകും എന്ന ഉറപ്പ് പറയുകയാണ്, മനസ്സിലായില്ലേ? അപ്പം ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ ആർണിക്ക, ഹൈപ്പോട്ടൻസിയാണ്. 1M അല്ലെങ്കിൽ 10M. 1M ഞാൻ എഴുതിയിട്ടുള്ളൂ, 10M ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നാട്രം സൾഫ് 1M 10M. സിക്യൂട്ട, അതുപോലെ തന്നെ സിക്യൂട്ട ഉപയോഗിക്കാം. ഇതിനകത്ത് എല്ലാത്തത് നിങ്ങൾ നോട്ട് ചെയ്തോണം. സിക്യൂട്ട, കൺകഷൻ ആണെങ്കിൽ സിക്യൂട്ട ഉപയോഗിക്കാം. അതുപോലെ ഹൈപ്പരിക്കം ഓൾസോ എ റെമഡി ഫോർ കൺകഷൻ. ഒപ്പിയം നമുക്കറിയാം പെയിൻലെസ്നെസ് ആണ് അതിൻ്റെ ഒരു മെയിൻ സിംറ്റം അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് പെയിൻലെസ്നെസ്സിനാണ്. ഈ പെയിൻലെസ് ആയിട്ടിരിക്കുന്നു, വീണിട്ടുണ്ട്, പക്ഷെ കൊച്ചു കരയുന്നില്ല. സോ അപ്പോഴേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ് ഒപ്പിയം. 200 1M ഒരു ഡോസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ CT എടുക്കാനും MRI എടുക്കാനും കൊണ്ടുപോകാം. കാലിഫോസ് കൊടുക്കാം. അതുപോലെ ഇനി നിങ്ങളുടെ കയ്യിൽ വരുന്ന കേസുകളിൽ ഈ ആർണിക്ക കൊടുക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ജിങ്കോ ബൈലോബ ടിഞ്ചർ എളം വിത്ത് ദിസ് ഹൈപ്പോട്ടൻസി കൊടുക്കാം, ആൽഫ കൊടുക്കാം, അവിനാസറ്റേവ കൊടുക്കാം. സോ ഒരു ടോണിക് ഇഫക്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയാണ് സൈമൾട്ടേനിയസ് ആയിട്ട് ഇതുകൂടി കൊടുക്കാൻ പറയുന്നത്. അത് ഫിസിയോളജിക്കൽ ഡോസിൽ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ആരും ഒരു അമാന്തവും വിചാരിക്കേണ്ട. കാരണം അത് ഹോമിയോപ്പതി അല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ല. യു ക്യാൻ ഗീവ് അലോങ് വിത്ത് ആർണിക്ക 10M ദിസ് ടോണിക്സ്. അങ്ങനെ ആ രീതിയിൽ വേണം ഹെഡ് ഇഞ്ചുറി മാനേജ് ചെയ്യാൻ പറയാണ്. എല്ലാ വീടുകളിലും നമ്മുടെ ബേബീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ മംസിന് വരുന്ന, ചിലപ്പോൾ ജലദോഷത്തിന് വരുന്നു, അല്ലെങ്കിൽ ഡയറിയക്ക് വരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ആർണിക്ക 1M 200 ഒരു 2 ഡ്രാം പിൽസ് നിങ്ങൾ കൊടുത്തു വിട്ടേക്കണം. കാരണം ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും ഇവൻ തൊട്ടിയിൽ നിന്ന് വീഴാം, കട്ടിലിൽ നിന്ന് വീഴാം, അല്ലെങ്കിൽ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ തെന്നി വീഴാം, അല്ലേ? പലപ്പോഴും കുളിപ്പിക്കുമ്പോൾ പോലും ബാത്റൂമിൽ പോലും ഈ കുട്ടികൾ വീഴാറുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസ് എത്തണം. ആർണിക്ക തന്നെ കൊടുത്തു വിടണം എന്ന് ഞാൻ അഡ്വൈസ് ചെയ്യാണ്. ഫോർ യങ്സ്റ്റേഴ്സ്, ജൂനിയേഴ്സിന്റെ പ്രത്യേക അഡ്വൈസ് ആണ്. കാരണം പനിക്ക് വരുമ്പം പനിക്ക് മാത്രം മരുന്ന് കൊടുത്താൽ പോരാ, ഈ രീതിയിലുള്ള പ്രിവെൻഷൻ എന്ന നിലയിൽ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസും നിങ്ങൾ കൊടുത്തു വിടണം എന്നൊരു അഡ്വൈസ്. ഓക്കെ, അടുത്തത് സിവിയർ ബ്ലീഡിങ്. ഒരു കേസ് സിവിയർ ബ്ലീഡിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സോ വെദർ ഇറ്റ് ഈസ് ഫ്രം യൂട്രസ് ഓർ ബ്ലീഡിങ് പൈൽസ് ഓർ എപ്പിസ്റ്റാക്സിസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മളെ രക്ഷയ്ക്ക് വരുന്ന ഫസ്റ്റ് മെഡിസിൻ ഫോസ്ഫറസ് ആണ്. ഹൈപ്പോട്ടൻസി കൊടുക്കണം. ലോ പൊട്ടൻസി കൊടുത്തോണ്ടിരിക്കല്. എമർജൻസി മെഡിസിൻസ് വരുമ്പോഴത്തേക്ക്, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ യു ഹാവ് ടു ഗോ ഫോർ ഹൈ. ട്രില്യം പെൻഡുലം, മില്ലിഫോളിയം. യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ സബൈന പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഓഫൺ ഹെൽപ്സ് ടു അറസ്റ്റ് ബ്ലീഡിങ്. സൾഫർ, ഫ്രാക്സിനസ് അമേരിക്കാനസ് പലപ്പോഴും ഫൈബ്രോയിഡ് യൂട്രസിന് നമ്മളെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ പെട്ടെന്ന് ഒരു കേസ് ഓർത്തു പോവാണ്. കാരണം നെയ്യാറ്റിങ്ങര ഭാഗത്തുനിന്ന് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 20 വർഷം മുമ്പാണ് കേട്ടോ, ഒരു കേസ് വന്ന് ഞാൻ നേരത്തെ ഈ ഫോറത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാം. കാരണം പലപ്പോഴും ഈ ടിഞ്ചർ തെറാപ്പി നമുക്കൊരു വിനയാകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം ജൂനിയേഴ്സ് അത് അവെയർ ആകണം. ഹിയറിംഗ്സ് ലോ ഓഫ് ക്യൂർ. ഈ ഒരു ഫൈബ്രോയിഡ് യൂട്രസ് ആയിരുന്നു. അത് വലിയ ഫൈബ്രോയിഡാണ്. ഒരു മുട്ടയുടെ സൈസ്, എഗ് സൈസ് 4.5 or 5 സെന്റിമീറ്റേഴ്സ് സൈസുള്ള ഫൈബ്രോയിഡ്. സ്കാൻ പിക്ചറും ഉണ്ട്. 6 മാസം ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തു. ഹോമിയോപ്പതി മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്തതാണ്. 6 months കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തു. ഫൈബ്രോയിഡ് കംപ്ലീറ്റ് ആയിട്ട് ഷ്രിങ്ക് ചെയ്തു. ഫൈബ്രോയിഡ് ഇല്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ അന്ന് പ്രാക്ടീസ് തുടങ്ങി ഒരു 10 വർഷത്തിനുള്ളിലുള്ള സംഭവമാണ്. കാരണം ഞാൻ അത്ര വലിയ ഫൈബ്രോയിഡ് ഒന്നും കണ്ടിട്ടുമില്ല, ചികിത്സിച്ചിട്ടില്ല. ആ സമയത്ത് നമ്മൾ പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഫൈബ്രോയിഡ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് മരുന്നാ? അപ്പൊ ഹോമിയോ മരുന്നാ കഴിച്ചു. ഞാൻ ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ നോക്കിയപ്പോൾ ഫ്രാക്സിനസ് ടിഞ്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത്ഭുതമായി. എന്നാൽ അന്നാ ഞാൻ പഠിക്കുന്ന, കാരണം നമ്മുടെ ഈ 5.5 വർഷത്തെ കോഴ്സിലൊന്നും ഫ്രാക്സിനസ് പഠിക്കുന്നില്ല നമ്മൾ. ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് സാധനമാണ്. അവിടെയാണ് നമ്മുടെ വിജയവും. നമ്മൾ ഔട്ട് ഓഫ് സിലബസ് വളവില്ലാതെ ചാടുമ്പോൾ മാത്രമേ നമ്മൾ വിജയിക്കുന്നു എന്നുള്ളതാണ്. ഔട്ട് ഓഫ് സിലബസ് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. അപ്പോൾ ഈ ഫ്രാക്സിനസ് ആണ് ഞാൻ അന്നെടുത്ത് വെച്ച് വായിക്കുന്നു. ഓക്കെ, ഫൈബ്രോയിഡ് യൂട്രസിനുള്ളതാണ്, ബ്ലീഡിങ്, എക്സസ് ബ്ലീഡിങ്ങിനുള്ളതാണ്. അങ്ങനെ പഠിച്ചു വെക്കുക. പക്ഷേ
ഈ ലേഡിയെ കൊണ്ടുവന്നിരിക്കുന്നത് 2 പെൺപിള്ളേരാണ്. ആ 2 പെൺപിള്ളേരുടെ കൊണ്ടുവന്നിരിക്കുന്നത് മക്കളാണ്. അമ്മ ഈ അന്നൊക്കെ ഈ കോയിലുണ്ട് നമ്മുടെ അടുപ്പ്, ഈ അന്ന് ഈ സ്റ്റൗ ഒന്നും അത്ര പ്രൊമനന്റ് ആയിട്ടുള്ള സമയമല്ല. ഹീറ്റർ, ഈ ഹീറ്റർ ഓൺ ചെയ്തിട്ട് അമ്മ അതിനകത്തോട്ട് കൈവെക്കുക. ഈ കോയിൽ ഇങ്ങനെ ചുമന്ന് വരും കത്തുന്നത്. അപ്പം ഇലക്ട്രിഫൈ ചെയ്തിട്ട് ഇവര് മരിക്കാൻ വേണ്ടിയുള്ള ശ്രമം 2 അറ്റംപ്റ്റ് നടത്തി. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സൂയിസൈഡ് ടെൻഡൻസിക്ക് വേണ്ടിയാ. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വശത്ത് രോഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറെ വശത്ത് രോഗം എമർജൻസി. ഈ സൂയിസൈഡ് ടെൻഡൻസി പറഞ്ഞാൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ട്രീറ്റ് ചെയ്ത പോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത് ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് എമർജൻസി. അപ്പോൾ ഹാർട്ട് അറ്റാക്കുമായിട്ടാണ് നമ്മളെടുത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ നമ്മ ഇത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എന്ത് മരുന്ന് കൊടുക്കും എന്നുള്ളത് ചിന്തിച്ചു. അപ്പം ഹിസ്റ്ററി നോക്കിയപ്പോഴത്തേക്ക് ഫൈബ്രോയിഡ് യൂട്രസ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. സോ ദ ഇൻഫറൻസ്, അപ്പം ഹെറിങ്സ് ലോ ഓഫ് ക്യൂറിൽ റിവേഴ്സ് ഓർഡർ ഓഫ് ക്യൂർ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് ഈ കേസ് ഞാൻ മനസ്സിലാക്കിയത്, ഫൈബ്രോയിഡ് യൂട്രസ് മാറി, ദ ഡിസീസ് ഷിഫ്റ്റഡ് ടു ദ മെന്റൽ ലെവൽ. ഫിസിക്കൽ ലെവലിൽ നിന്ന് മെന്റൽ ലെവലിലേക്ക് രോഗം ഷിഫ്റ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ്. അപ്പം ഇതുപോലുള്ള ടിഞ്ചേഴ്സ് കൊടുക്കുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡീപാക്റ്റിംഗ് ആയിട്ടുള്ള ആന്റി മയസ്മാറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൂടി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കണം. അത് പറയാനായിട്ടാണ് ഞാൻ ഈ കേസ് പറഞ്ഞത്. ഈ ലോ പൊട്ടൻസിയോ അല്ലെങ്കിൽ ടിഞ്ചറോ മാത്രം വെച്ച് അസുഖം മാറി എന്ന് വിചാരിച്ച ഒന്നെങ്കിൽ ഇത് റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ സപ്രഷൻ വന്ന് അല്ലെങ്കിൽ പാലിയേഷൻ വന്നത് ഡിസീസ് ഷിഫ്റ്റ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഒരു ഇൽനെസ്സിലേക്ക് പോകും. സോ along with the low potency or the drainage drug, you have to select the constitutional deep-acting nosode or sarcor or whatever it may be. You have to select it and you have to give in high potency. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധം പറ്റില്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ കേസ് പറഞ്ഞത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം ഡ്രഗുകൾ, ബ്ലീഡിങ് പൈൽസ് കണ്ടോ, നെക്സോമിക്ക, ഫോസ്ഫറസ്, ഹാമമെലിസ്, സൾഫർ, ഇനിയും ഒരുപാട് മരുന്നുകൾ ഇതിന്റെ കൂടെ ചേർക്കാറുണ്ട്. ഞാൻ മേജറായിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ആ പൊട്ടൻസി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ അത് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. വേറെ ഇപ്പം ഒരുപാട് മരുന്നുകൾ ബ്ലീഡിങ് പൈൽസിന് കൊടുക്കാറുണ്ട്, റിസൾട്ട് കിട്ടാറുമുണ്ട്. അത് ഡിസ്കഷൻ സമയത്ത് ബാക്കിയുള്ള സീനിയേഴ്സ് അത് ആഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ബേൺസ്. ഇവിടെ നമ്മൾ മാനേജ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു ഒരുപാട് ക്ലാസ് ബേൺസിനെ കുറിച്ച് കണ്ണൂരുള്ള ഡോക്ടർ മനോജ് ബേൺസിനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ വേദിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബേൺസ് ആൻഡ് സ്കാൾസ്. അതിൽ എനിക്ക് തോന്നുന്നത് മനോജ് ഈ കാന്താരിസ് തന്നെയാണ്, ആഴ്സനിക് ആൽബം കാന്താരിസോടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരുമാതിരിപ്പെട്ട ബേൺസ് കംപ്ലീറ്റ് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ഞാൻ ഒരു ഡ്രഗ് കൂടി ആഡ് ചെയ്യുകയാണ്, കലൻറ്റുല. ഈ കലൻറ്റുല ടിഞ്ചർ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് ബേൺസിന് കലൻറ്റുല. കാരണം കലൻറ്റുല ടിഞ്ചർ ഒരു പാക്കായിട്ട് നിങ്ങളൊന്ന് കൊടുത്തു നോക്കി, അവിടെ ഇങ്ങനെ കൊമളിച്ച് വരില്ല. അവിടെ ഈ ബബിൾ പോലെ നമ്മൾ വരുമല്ലോ, ബേൺസിന് സാധാരണ സംഭവിക്കുന്നത് അവിടെ പെട്ടെന്ന് കൊമള പോലെ വരികയും അത് പൊട്ടിയിട്ടാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കോട്ടൺ, വളരെ തിന്നായിട്ടൊരു ലെയർ കോട്ടൺ എടുത്തിട്ട് ഈ ബേൺസിന്റെ പുറത്ത് നിങ്ങളങ്ങ് ചുറ്റുക. എന്നിട്ട് യു ജസ്റ്റ് പോർ ദിസ് കലൻറ്റുല ടിഞ്ചർ അതിന്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? അത് ആ ഒരു പാക്കിംഗ് ആയിട്ടാണ് ഞാനീ പറയുന്നത്. അതൊരു 3-4 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ബബിൾ വരുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതിങ്ങനെ കൊമളിച്ച് വരില്ല, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റായിട്ട് തന്നെ നമ്മുടെ പേഷ്യൻസിന് കൊടുത്തു വിടണം. അപ്പോൾ ഡയബറ്റീസ് പേഷ്യന്റ് വരുന്നു, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കേസ് വരുമ്പം അവരുടെ വീട്ടിൽ നമ്മുടെ മെഡിസിൻ കലൻറ്റുലായും ഈ പറഞ്ഞ പോലെ കാന്താരിസ് ടിഞ്ചറും ലടമ്പാലും ഒക്കെ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നമ്മുടെ രോഗികളെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം, ഫസ്റ്റ് എയ്ഡ്. കാരണം അപ്പോൾ അടുക്കളയിൽ ഒരു മുറിവ് ഉണ്ടായോ അപ്പോൾ കലൻറ്റുല എടുത്ത് ഒഴിച്ചോളൂ, നീറിക്കൊണ്ട് ഓടിക്കോളൂ. ഒരു പ്രാവശ്യം നീറി കഴിയുമ്പോൾ പഠിച്ചോളും. പിന്നെ ഒരിക്കലും മുറിഞ്ഞു കഴിഞ്ഞാൽ കലൻറ്റുല വെച്ച് മാറും എന്നുള്ളത് ഉറപ്പാണ്. മനസ്സിലായില്ലേ? പിള്ളേരൊക്കെ ആണെങ്കിൽ പിന്നെ കലൻറ്റുല കണ്ട പിന്നെ 7 അയൽവക്കത്ത് നിൽക്കില്ല. അങ്ങനെ അതുകൊണ്ട് കാരണം അത്ര കണ്ട് നീറ്റിലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
പക്ഷേ ഇത്രയും നല്ല മെഡിസിൻ എനിക്ക് തോന്നുന്നില്ല ഒരു സർജനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരു മെഡിസിൻകാർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാതാരിസും കലന്റുലായും ലടമ്പാലും ഇഞ്ചുറീസിന് ഇത്രയും ബെസ്റ്റ് മെഡിസിൻസ്. കാരണം ഒരു ഇൻസെക്ട് ബൈറ്റ് വന്നു ലടമ്പാൽ ടിഞ്ചർ പരട്ടി കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യുന്ന പോലെ വേറെ ഏതെങ്കിലും മെഡിസിൻ ഹീൽ ചെയ്യും? ഒരു മെഡിസിൻ ഹീൽ ചെയ്യില്ല, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ എല്ലാ രോഗികളുടെയും വീട്ടിൽ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് സ്ലോലി പതുക്കെ 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 ഒരു 8-10 മരുന്ന് അവന്റെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കണം, മനസ്സിലായില്ലേ? ആ രീതിയിൽ നമ്മുടെ രോഗികൾ ട്രെയിൻ ചെയ്യുക. ഈ പാരസെറ്റമോളും പിന്നെ പിന്നെ ബേർണോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് പകരം നമ്മുടെ ലടമ്പാലും നമ്മുടെ കാന്താരിസും നമ്മുടെ കലന്റുലയും വരട്ടെ. സോ എന്റർടൈൻ പേഷ്യൻസ്. അപ്പം എനിക്ക് തോന്നുന്നത് കലന്റുല ടിഞ്ചർ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു സാധനമാണ് കലന്റുല ടിഞ്ചർ ബേൺസിൽ. അപ്പോൾ അത് ഈ രീതിയിൽ പാക്കിംഗ് ആയിട്ട് തന്നെ കാന്താരിസിനെക്കാട്ടിയും ഇഫക്റ്റീവായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. കാന്താരിസ് ഒട്ടും മോശമായ മരുന്നാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കാന്താരിസ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് മാറ്റണ്ട. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കലന്റുലയും കൂടി ആഡ് ചെയ്തോളുക. ഈ ബേണിംഗ് മാറാനായിട്ട് ഒക്കെ അഴ്സനിക് ആൽബോ അല്ലെങ്കിൽ ലാക്ടസിസോ ആഴ്സാൽബോ ഒക്കെ പൊട്ടൻസിയും കൂടി സൈമൾട്ടേനിയസ് കൊടുത്തോളുക. അടുത്തത് അൺകോൺഷ്യസ്നസ്. ബോധം കെട്ടുപോയാൽ ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും കാംഫർട്ട് ടിഞ്ചർ മണപ്പിക്കാൻ പറയും. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആരെടുത്ത് ചോദിച്ചാലും പറയും കാംഫർട്ട് ടിഞ്ചർ. പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് മെഡിസിൻ മാറും എന്ന ഒരു കേസ് ഞാൻ പറയണം. കാരണം ഒരാൾ മരണപ്പെട്ടപ്പോഴത്തേക്ക് മക്കളെയെല്ലാം മകളെ വിളിച്ചു പറയുന്നു. മകള് പെട്ടെന്ന് വരുന്നു, വന്ന് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞില്ല, അച്ഛൻ സീരിയസ് ആണ്, ഹോസ്പിറ്റലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് സംതിങ് ഹാപ്പൻഡ്. പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നു, മോള് ബോധം കെട്ട് വീഴുന്നു. ഇവിടെ നമ്മുടെ കാംഫർ ആണോ കൊടുക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പം മരുന്ന് വന്നല്ലേ? പറയാതെ തന്നെ മരുന്ന് അവിടെ എഴുതി കാണിച്ചു, സോറി. അപ്പൊ ഇവിടെ ഇഗ്നേഷ്യാണ് മെഡിസിന്. ഇഗ്നേഷ്യ എയിൻമെന്റ് ഫ്രം ഗ്രിഫ്. അവിടെ കാംഫർ അല്ല. ആക്ച്വലി കാംഫർ കൊടുത്താൽ എഴുന്നേപ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ ആളെ പിന്നെ എഴുന്നേപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇഗ്നേഷ്യ മണപ്പിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ മരുന്ന് മണപ്പിക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ പലരുടെ ഒരു മൂക്ക് അടഞ്ഞിരിക്കും. മിക്കവാറും ആൾക്കാരുടെ മൂക്ക് ഒന്നെങ്കിൽ DNS കാണും, ഇല്ലെങ്കിൽ പിള്ളേരാണെങ്കിൽ അഡിനോയിഡ് കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കും ഒരു മൂക്ക് അടഞ്ഞ്. അപ്പൊ നമ്മള് ഇഗ്നേഷ്യ എടുത്ത് ഇപ്പൊ വലതു മൂക്ക് അടഞ്ഞിരിക്കുന്നു, വലതു മൂക്കിൽ മണപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടുത്തെ നെർവ്സ് ഒന്നും വർക്ക് ചെയ്യില്ല, ഓൾഫാക്ഷൻ നടക്കില്ല, പേഷ്യന്റ് എഴുന്നേക്കില്ല. അപ്പം ഒരു മൂക്കിൽ മാത്രം വെച്ചാൽ പോലെ 2 മൂക്കിലും പഞ്ഞു വെക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഒരു മൂക്കിലല്ല, മാറി മാറി 2 മൂക്കിലും നിങ്ങൾ മണപ്പിക്കണം. ഓൾഫാക്ഷൻ ചെയ്യേണ്ടതിന്റെ ഒരു പ്രത്യേകത ഞാൻ ഈ പറയുന്നത്, മനസ്സിലായില്ല? കാരണം പലപ്പോഴും പലരുടെയും മൂക്ക് അടഞ്ഞിരിക്കും എന്നുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇഗ്നേഷ്യാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇഗ്നേഷ്യ പൊട്ടൻസി തന്നെ കൊടുക്കുക, 30 200 1 മണപ്പിച്ചു കഴിഞ്ഞാൽ ഈ എയിൻമെന്റ് ഫോർ ഗ്രീഫ് ആണെങ്കിൽ സോ ഇറ്റ് വിൽ വർക്ക്. കാർബോജ് ഹൈപ്പോവോളീമിക് ഷോക്ക് ആണ്. കാരണം ബ്ലീഡിങ് വന്നിട്ട് അല്ലെങ്കിൽ ലോസ് ഓഫ് ഫ്ലൂയിഡ് വന്ന് അൺകോൺഷ്യസ്നെസ് വരുന്നെങ്കിൽ അവിടെ കാർബോജ് ആയിരിക്കും കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. എക്സസ് ബ്ലീഡിങ്ങോ എക്സസ് ഡയറിയയോ അതായത് എക്സസ് വോമിറ്റിംഗ് വന്നിട്ട് ഒരാൾ അൺകോൺഷ്യസ് ആയെങ്കിൽ സോ ബെറ്റർ അവിടെയും കാംഫർ വർക്ക് ചെയ്യും. കാംഫറും ഈ പറഞ്ഞ അതേ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്ന കോളറയ്ക്കൊക്കെ നമുക്ക് ഹൈപ്പോവോളിമിക് ഷോക്കിൽ പലപ്പോഴും കാംഫർ വർക്ക് ചെയ്യുന്നതാണ്. കാംഫർ കാർബോവച്ച് ഇത് രണ്ടും ആയിരിക്കണം മെഡിസിൻ. അപ്പം എമർജൻസി മെഡിസിൻ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞത് മാത്രം, ഉപയോഗിച്ച് ശീലിച്ചതാണ് എങ്കിലും ഒന്ന് റിക്കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നെക്സ്റ്റ് സിവിയർ അബ്ഡമിനൽ പെയിൻ, അക്യൂട്ട് അബ്ഡമൻ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലേ. ആദ്യത്തത് അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസ് എത്ര പേര് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ട്രീറ്റ് ചെയ്യാൻ എത്ര പേര് പ്രാപ്തരാണ് എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു അപ്പൻഡിസൈറ്റിസും നിങ്ങൾ വിടരുത്. നിങ്ങൾ അക്യൂട്ട് അബ്ഡമൻ റൈറ്റ് ഇലിയോസീക്കൽ റീജിയനിൽ പെയിനുമായിട്ട് വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്കറിയാതെ അപ്പൻഡിസൈറ്റിസ് ആണ് എന്ന് ഒരു കൈ കൊണ്ട് നിങ്ങളൊന്ന് കുത്തി നോക്കുക. അവിടെ പേഷ്യന്റ് പെട്ടെന്ന് പിന്നെ ബേണിംഗ് അപ്പൻഡിസൈറ്റിസിന്റെ സിംറ്റംസും സയൻസും കാണിക്കുന്നുവെങ്കിൽ ജസ്റ്റ് ഒന്ന് കിടത്തി കാലൊന്ന് പൊക്കി പരിശോധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അൾട്രാസൗണ്ട് എടുക്കാതെ തന്നെ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ്. സിവിയർ വോമിറ്റിംഗ് ആണ്, ചിലപ്പം ചെറിയ പനി ഉണ്ടായിരിക്കും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ തട്ടമുട്ട കിട്ടിയ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. എനിവേ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു എങ്കിൽ നിങ്ങൾ മൊഡാലിറ്റി പലപ്പോഴും ബ്രയോണിയയുടെ ഒരു മൊഡാലിറ്റിയാണ് അപ്പൻഡിസൈറ്റിസിന് കാണാറുള്ളത്. ബ്രയോണിയയുടെ മൊഡാലിറ്റിയാണ് എനിക്ക് തോന്നുന്നു ഒരു 99% അപ്പൻഡിസൈറ്റിസിന്. കാരണം പേഷ്യന്റ് ആ ഏരിയയിൽ റൈറ്റ് ഇലിയോസിക്കൽ ഏരിയയിൽ വലത് കൈ കൊണ്ടോ അല്ലെങ്കിൽ 2 കൈ കൊണ്ടോ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് വളരെ സ്ലോലി നടന്നു വരുന്നത്, വളരെ പതുക്കെ ആയിരിക്കും. ഓരോ സ്റ്റെപ്പും വളരെ കോഷ്യസ് ആയിട്ട് എടുത്തു വെച്ച് അല്പ കുനിഞ്ഞായിരിക്കും ക്ലിനിക്കിലേക്ക് കയറി വരുന്നത്. അപ്പം ഇത് ലീസ്റ്റ് മോഷൻ അഗ്രവേഷൻ എന്നുള്ള ഒരു മൊഡാലിറ്റി വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ബ്രയോണിയ ഹൈപ്പോട്ടൻസി. കാരണം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോർജ് വിതോൾക്കാസ് ഗ്രീസിൽ, അവിടെയൊന്നും എനിക്ക് തോന്നുന്ന ഈ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ഒന്ന് ട്രീറ്റ് ചെയ്യാൻ അവർക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ പെട്ടെന്ന് വേദനയായിട്ട് പേഷ്യന്റ് ഓടിക്കയറി വരുന്നു. വിതോൾക്കാസ് ഒരു ബ്രയോണിയ 10M ഒരു പേഷ്യന്റ് കൊടുത്തിട്ട് ഹിസ്റ്ററി പറയുന്നുണ്ട്. റെക്കോർഡ് കേസാണ് ഇത്. 10M കൊടുത്തിട്ട് അവർ പറഞ്ഞു ഏതാണ്ട് 65-70 കിലോമീറ്റർ പോകണം അവിടുത്തെ വലിയൊരു ഹോസ്പിറ്റൽ ചെല്ലണമെങ്കിൽ, സർജൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ചെല്ലണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഈ പേഷ്യന്റിന് ബ്രയോണിയ 10M കൊടുത്തങ്ങ് വിട്ടു, നിങ്ങൾ സർജനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറയുകയാണ്. ഇത്രയും റൈഡ് ചെയ്ത് ആ ഹോസ്പിറ്റലിൽ വന്ന് പേഷ്യന്റിനെ സ്ട്രെച്ചറിൽ കിടത്തി പിന്നെ കൊണ്ടുപോയി ഈ പറയുന്നു, ഈ മൊഡാലിറ്റീസ് പറയുന്നു, ഭയങ്കര വേദന, വയറുവേദന, ഛർദ്ദൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സർജൻ പരിശോധിച്ച് നോക്കുന്നു. എവിടെ റൈറ്റ് ഇലിയോസിക്കലിൽ നോക്കി, മറ്റു എല്ലാ ഏരിയയിലും നോക്കിന്ന് ഈ പേഷ്യന്റ് എന്തിനാ കൊണ്ടുവന്നിരിക്കുന്ന ചോദിച്ചു. കാരണം ഈ ബ്രയോണിയ 10M ഈ 2.5 മണിക്കൂർ കൊണ്ട് അവന്റെ വേദന വാനിഷ്ഡ്. അതാണ് ഞാൻ പറഞ്ഞു വന്നേ. അപ്പൊ നമുക്ക് അങ്ങനെയും നമുക്കൊരു സർജറി ഒഴിവാക്കാൻ പറ്റും. സോ നിങ്ങൾ റെഫർ ചെയ്ത് വിടുന്നതിന് മുമ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ഹൈപ്പോട്ടൻസി എടുത്തിട്ട് അത് കൊടുത്തിട്ട് പൊക്കോളാൻ പറയാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ ഒരു കേസും ഞാൻ റെഫർ ചെയ്യാറില്ല ഈ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ. കാരണം എനിക്കൊന്നും ഒരു 8-10 കേസ് മാനേജ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചലഞ്ച് ചെയ്ത് അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യും. അത് എൻ്റെ ഒരു രീതി അതാണ്. അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഈ ബ്രയോണിയ ഹൈപ്പോട്ടൻസി തന്നെ. ഞാൻ പ്ലസിങ്ങിൽ കൊടുക്കും. ബ്രയോണിയ 1 4-5 ഗുളി എടുത്തിട്ട് 1 ounce വെള്ളത്തിൽ ലയിപ്പിക്കും. ഒരു 10 തുള്ളി വെച്ചിട്ട് ഒരു ½ hour ഇടവിട്ടിട്ട് കഴിക്കാൻ പറയും. ഒരു കേസും എനിക്ക് ഫെയിൽ ആയിട്ടില്ല. തിരുവനന്തപുരത്ത് PRS ഹോസ്പിറ്റലിൽ സർജറി ഫിക്സ് ചെയ്ത കേസ് പോലും അവിടുന്ന് ഞാൻ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ആ പേരുകടയുള്ള ഒരു പേഷ്യൻ്റ്, ഒരു പെയിന്ററാണ്. ഇപ്പോഴും ആ പേരുകട ഭാഗത്ത് ആർക്കെങ്കിലും വയറുവേദനയെന്ന് അങ്ങേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും അങ്ങേര് പറയും, നിനക്ക് അപ്പൻഡിസൈറ്റിസാ, നേരെ പാളയത്തെ ക്ലിനിക്കിൽ പോകാൻ പറയും. ഇപ്പോഴും പറയും അങ്ങേര്. കാരണം ഒരുപാട് കേസ് അങ്ങനെ റെഫർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതൊന്നും അപ്പൻഡിസൈറ്റിസ് ആയതില്ല, വെറും വിരശല്യവും അല്ലെങ്കിൽ ഇൻഡൈജഷനും അങ്ങനെ മറ്റു പല കേസുകളുമായിരുന്നു പലതും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങയുടെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഐറിസും ഇതുപോലെ ഐറിസ് 10X വെച്ച് നമുക്ക് ഈ ബ്രയോണിയ കൊടുത്തിട്ട് കുറഞ്ഞതിന് ശേഷം യു ക്യാൻ ഫോളോ ദോസ് കേസസ് വിത്ത് ഐറിസ് 10X അല്ലെങ്കിൽ കൽക്കേരിയ കാർബും അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് അപ്പൻഡിസൈറ്റിസിന്. അപ്പൻഡിക്കുലാർ മാസ് ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഒബീസ് പേഷ്യൻ്റ് ആണെങ്കിൽ കൽക്കേരിയ കാർബ് വെച്ച് ഫോളോ ചെയ്യാം. പിന്നെ അടുത്തത് റീനൽ കോളിക്. റീനൽ കോളിക്കില് നമുക്കറിയാം സ്റ്റോൺ കേസിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ലൈക്കോപോഡിയവും ബെർബറിസുമാണ്. അതിനെ വെല്ലാൻ വേണ്ടി വേറെ ഒരു മരുന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും ആണായിട്ട് പറയുന്ന സാധനമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട വേറെ പല മരുന്നുകളും ഉണ്ട്. അതിൽ നെക്സോമിക്ക വരുന്നുണ്ട്. 3 മരുന്ന് എഴുതിയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളുക. ഹെഡോമ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡഡ് കംപ്ലൈന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെഡോമ ഉപയോഗിക്കാം. ഒസിമം ഉണ്ട്, ഒസിമം കാനം. അത് ഒസിമം എന്ന് പറയുന്നത് ആക്ച്വലി റൈറ്റ് സൈഡാണ്.
ഓസിമം. കാരണം നമുക്കറിയാം ലൈക്കോപോഡിയം റൈറ്റ് സൈഡ് ആണെന്നറിയോ, ലൈക്കോപോഡിയം റൈറ്റ് സൈഡ് ആണല്ലോ. അപ്പൊ ലൈക്കോപോഡിയത്തിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ട മരുന്നാണ് ഈ ഓസിമം. അതുപോലെ ഈ ബെർബറീസ് ലെഫ്റ്റ് സൈഡാ, അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ് ഈ ഹെഡോമ. ഹൈഡ്രാസിസ് അല്ല, ഹൈഡ്രാസിസ് അല്ല, ഹൈഡ്രാഞ്ചിയ. ഹൈഡ്രാഞ്ചിയ ഓഫൺ കൊടുക്കുന്ന മരുന്നാണ്. ദെൻ സരസപ്പരില്ല, സോളിഡാഗോ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് കംപ്ലൈന്റ് ആയിട്ട് പിന്നെ ക്ലബ് ചെയ്ത് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സോളിഡാഗോ ഉപയോഗിക്കാം ഈ റീനൽ കോളിക്ക്. ഇനി ഇഫ് യു സസ്പെക്ട് യൂറിക് ആസിഡ്, ഇപ്പൊ പലപ്പോഴും ബെൻസോയിക് ആസിഡ് ഹെൽപ്ഫുൾ ആയിരിക്കും, ബെൻസോയിക് ആസിഡ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് റീനൽ കോളിക്കിന് എപ്പോഴും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റീനൽ കോളിക്കിന് ഈ ലോ പൊട്ടൻസിയിലേക്ക് ഒരിക്കലും പോകാറില്ല. ഞാൻ ഡോക്ടർ പ്രകാശന്റെ ഈ ടിങ്ക്യൂസ് ഒക്കെ പൗണ്ട് ഉണ്ടായിരുന്ന സമയത്ത് പൗണ്ട് കണക്കിന് വാങ്ങി വെച്ച് ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഒരു റിസർച്ച് പോലെ ഈ ടിങ്ക്ചേഴ്സ്, ഹൈഡ്രാഞ്ചിയ ടിങ്ചർ, ഓസിമൻ ടിങ്ചർ, എഡോമ, ബെർബറീസ് ഒക്കെ പൗണ്ട് കണക്കിന് വാങ്ങി വെച്ച് പല പേഷ്യൻസിന് കൊടുത്തിട്ട് എനിക്ക് എന്നെ ഒരുപാട് ഞാൻ നിരാശനായിട്ടുണ്ട്. അപ്പൊ അവിടെ വീണ്ടും കേസ് റീസ്റ്റഡി ചെയ്തിട്ട്, കാരണം വേദന കുറയാതെ സ്റ്റോൺ പോകാതെ എന്നെ പൊട്ടൻസിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതും ലോ പൊട്ടൻസി അല്ല, ഹൈ പൊട്ടൻസി. പലപ്പോഴും പ്ലസ്സിംഗ് മെത്തേഡിൽ ഞാൻ ലൈക്കോപോഡിയം ആണെന്നുണ്ടെങ്കിലും ബെർബറിസ് ആണെങ്കിലും സബ്സെപ്പൽ എല്ലാ ഹൈ പൊട്ടൻസിയിൽ പ്ലസ്സിങ്ങിൽ കൊടുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വന്ന കാണാം, ഒരു 100 കണക്കിന് സ്റ്റോണിന്റെ കളക്ഷൻ ഇരിപ്പുണ്ട്. ഞാനത് എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലപ്പോഴും ഞാൻ പോസ്റ്റ് ഇടാറുള്ളതാണ് എൻ്റെ ഫോട്ടോസ്. കാരണം കേരളത്തിലെ എനിക്ക് തോന്നുന്നത് എൻ്റെ കയ്യിലുള്ള അത്രയും കളക്ഷൻ വേറെ ആരുടെയും കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല. അത്ര കണ്ട് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് കിഡ്നി സ്റ്റോണിന്റെ. അപ്പം അതെല്ലാം എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഹൈപ്പൊട്ടൻസിയിലാണ്. 1M, 10M, 50M അല്ലെങ്കിൽ 50 മിനിറ്റ്സ്, 50 മിനിറ്റ്സിൽ കിട്ടും കേട്ടോ. 50 മിനിറ്റ്സിൽ നിങ്ങൾക്ക്. അപ്പോൾ ലൈക്കോപോഡിയം ഒക്കെ ഹൈപ്പൊട്ടൻസി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്യരുതെന്ന്. പക്ഷെ നിങ്ങൾക്ക് സർജറി ഒഴിവാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ്സിംഗ് മെത്തേഡിൽ ഒരുപാട് മെഡിസിൻ കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. അതും ഒരു സിംഗിൾ ഡോസ് പ്ലസ്സിങ്ങിൽ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ 1M ഒരു 4-5 ഗുളിക മെഡിക്കേറ്റ് ചെയ്ത പിൽസ് നിങ്ങൾ 1 ounce വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയും അത് ഡിവൈഡഡ് ഡോസ് ആയിട്ട് കൊടുക്കുക. 3 നേരം ഡെയിലി 5 drops വെച്ച് കൊടുക്കുക. 1 മാസത്തേക്ക് നിങ്ങൾ കൊടുത്തോ. അപ്പൊ ചോദിക്കും ലൈക്കോപോഡിയം 1M 1 മാസം കഴിപ്പിക്കുന്നത് ശരിയാണോ? എൻ്റെ ഒരു പേഷ്യന്റിന് ഇതുവരെയും ഒരു കിഡ്നിയും പോയിട്ടില്ല. അവരെല്ലാം വളരെ ഹെൽത്തി ആയിട്ട് സ്റ്റോൺ എടുത്തിട്ട് കൊണ്ട് തന്നിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ പ്ലസ്സിങ്ങിൽ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ. ഈ കോളിലിത്യാസിസ് ഇത് വലിയൊരു ചലഞ്ചാണ്. കോളിലിത്യാസിസ് ഞാൻ ഇപ്പോഴും ഇതിനകത്ത് വലിയൊരു റിസർച്ചിലാണ് കോളിലിത്യാസിസ് കേസിൽ. കാരണം എനിക്കൊരു 10-50 കേസിൽ കൂടുതൽ ഇപ്പോഴും ഉണ്ട് ഈ കോളിലിത്യാസിസ് കേസ്. മോർ ദാൻ 50 കേസസ്. ഞാനിത് വെറും വാക്ക് പറയുന്നതല്ല. കാരണം സ്റ്റോൺ മാനേജ് ചെയ്യുന്നതിൽ, ഈ കിഡ്നി സ്റ്റോൺ മാനേജ് ചെയ്യുന്നത് ഞാൻ രോഗികളെ കാണിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കല്ലെല്ലാം മാറും എന്ന് പറഞ്ഞിട്ടായി വരുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ ഇതിനകത്ത് വലിയ തോതിൽ കഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. എന്നാൽ ഒരു 50% കേസിൽ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതില് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകളാണ് ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പൾസറ്റില്ല, 1M ഈ പ്ലസ്സിങ്ങിൽ നിങ്ങൾ കൊടുക്കണം. ഡയസ്കോറിയ, പെയിൻ വന്നു കഴിഞ്ഞാൽ ഡയസ്കോറിയ, അതുപോലെ ലൈക്കോപോഡിയം 1M, ചൈന 200 1M ഉപയോഗിക്കുക. ബെർബറിസ് വൾഗാരിസ് 1M ആണ് കേട്ടോ. ഐറിസ് വെർസിക്കോള 200 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് മരുന്നുകൂടി ഞാൻ പറയാം. കൊളസ്റ്ററീനം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന കൊളസ്റ്ററീനം ലോ പൊട്ടൻസി 3x. കേൾക്കുന്നുണ്ടല്ലോ ശൈല? ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു പോവും. കാരണം നെറ്റിന്റെ കാര്യം പലപ്പോഴും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ പറയും. പ്രോബ്ലം ഉണ്ടെങ്കിലേ പറയൂ.
യെസ്. കൊളസ്റ്ററിനം 3x നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് കോളിലിത്യാസിസിന്. നിങ്ങൾ ഏത് മരുന്ന് കൊടുത്താലും അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇതോട് കൊടുക്കാമെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കൊളസ്റ്ററിനം. അതുപോലെ കാർഡസ് ടിഞ്ചർ, ബെർബറിസ് ടിഞ്ചർ നിങ്ങൾ വിചാരിക്കരുത് വെറുതെ കിഡ്നിക്കാരന് മാത്രമുള്ളതാണ്. ഈ കോളിലിത്യാസിലും വളരെയധികം, കാരണം ഇതെല്ലാം കാൽസ്യം ഒരു മേജർ ഫാക്ടർ ആണല്ലോ. കോളിലിത്യാസിസ് ആണെങ്കിലും കൊളസ്ട്രോളും കാൽസ്യം കൂടി ചേരുമ്പോഴത്തേക്കാണല്ലോ സ്റ്റോൺ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ബെർബറിസ് വൾഗാരിസ് ടിഞ്ചർ ഇതിനകത്ത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഫെൽറ്റോറി എല്ലാവർക്കും അറിയാം. ഫെൽറ്റോറി ലോ പൊട്ടൻസി 3x 6 ഉപയോഗിച്ച് ശീലിക്കുക. ഹൈഡ്രാസ്റ്റിസ് ടിഞ്ചർ, നാട്രൽ സൾഫർ, നമ്മുടെ ബയോകെമിക്കൽ നാട്രൽ സൾഫർ 6s ഉപയോഗിച്ചു. പിച്ചി ഇതിനകത്ത് ഞാൻ പറയാത്ത മരുന്നാണ് പിച്ചി. എത്ര പേര് അത് അവെയർ ആണെന്ന് എനിക്കറിയില്ല. പിച്ചി ബോൾഡോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചൊരു മരുന്നാണ് ബോൾഡോ ടിഞ്ചർ. ഭയങ്കര വിലയാ. 100 മില്ലി വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 900 രൂപ കൊടുക്കണം. ബോൾഡോ. അപ്പൊ ഇത് ഒരു 10 തുള്ളി വീതം 2 നേരമോ 3 നേരമോ നിങ്ങൾ കൊടുക്കണം. പിച്ചി കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിച്ചി ഇപ്പോഴും തിരുവല്ലായിൽ ഒരു ഡോക്ടറെ ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവര് വളരെ കംഫർട്ടബിൾ സോണിലാണ് പോകുന്നത്. പിച്ചിക്ക് ശേഷമാണ് അവർ കംഫർട്ടബിൾ ആയി എന്നുള്ളതാണ്. ഒരു ദിവസം എനിക്ക് തോന്നുന്നത് മോഷനിൽ ഈ ബൈൽ അങ്ങോട്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് പച്ച നിറത്തിലുള്ള സ്റ്റോണായിട്ട് തന്നെ പോയ ഹിസ്റ്ററി ഉണ്ട് ഈ പിച്ചിക്ക് ശേഷം. അപ്പം അത് അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ട് ഒരു സാധനമാണെന്ന്. അതിൽ തന്നെ ഈൽഡ് ചെയ്തില്ല. അതിന്റെ കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റു മെഡിസിൻസിലേക്കോ പോകേണ്ടി വരാറുണ്ട്. സ്ക്രീൻ ഷെയറിംഗ് പോയി. വരും ഇപ്പൊ വരും. കാണാം. വന്നോ? വന്നു. ഓക്കെ. പിച്ചി എന്ന് പറയുമ്പം ചിലപ്പം ചിലർക്ക് അത് മനസ്സിലാവില്ല. അതിന്റെ വേറൊരു പേര് ഫാബിയാന ഇംബ്രിക്കേറ്റ. പെൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇടാൻ പറ്റുന്ന പേരാ ഫാബിയാന ഇംബ്രിക്കേറ്റ എന്നാണ് പിച്ചിയുടെ വേറൊരു നെയിം കേട്ടോ. അത് നോട്ട് ചെയ്തോളുക. ബോൾഡോയും ഫാബിയാന ഇംബ്രിക്കേറ്റയും അത് പുതിയ 2 മരുന്നുകൾ. അത് നോട്ട് ചെയ്യണം, വാങ്ങിക്കണം, കൊടുത്തു ശീലിക്കണം. അതാണ് അക്യൂട്ട് അബ്ഡമന്റെ ഇത്. അടുത്തത് 15 പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് പോകാം. യെസ്, പ്രഗ്നൻസി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത് 2ാമത്തെ ചോദ്യം. ട്രീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് 3ാമത്തെ ചോദ്യം, അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് പേര് ഈ പ്രഗ്നൻസി ഹോമിയോപ്പതി കൊണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മരിച്ച നമ്മുടെ ഒരു മാഡം ഉണ്ട്, കോഴിക്കോട് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയ ഗീത മാഡം. വളരെ സുന്ദരമായിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പം പണ്ട് ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്ന ലീലാവതി മാഡം അവിടെ ട്രിവാൻഡ്രത്തുള്ള മാഡവും ഇതുപോലെ ഒരുപാട് കേസുകൾ മാനേജ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അവരൊക്കെയാണ് നമ്മുടെയൊക്കെ പ്രചോദനം, മനസ്സിലായില്ലേ? ഇവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് എടുക്കണമെന്ന് തോന്നിക്കുന്നതും. അപ്പോൾ അത് നമ്മുടെ ട്രയൽ നടത്തുമ്പം പലപ്പോഴും അത് വർക്ക് ചെയ്യുന്നതും കാണാം. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും, സ്ത്രീകളെ ചികിത്സിക്കാനായിട്ട് ഏറ്റവും ഉചിതമായ സമയം എപ്പോഴാണ്? ഞാൻ യങ്സ്റ്റേഴ്സിനടുത്ത് ഒരു 100 സ്റ്റുഡൻസിനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 100 പേരിൽ ഒരാൾ പോലും അതിന് ഞാൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം പലപ്പോഴും പല ക്ലാസ്സുകളിലും ഞാനിതിങ്ങനെ പറഞ്ഞ് കുറെ പേരെങ്കിലും അത് അതിന് ഉത്തരം തരുന്നുണ്ട്. കാരണം ഏത് സമയത്താണ് സ്ത്രീകളെ ചികിത്സിക്കാൻ ഏറ്റവും ഉചിതമായ സമയം, ഐഡിയൽ ടൈം ടു ട്രീറ്റ് വിമൻ അല്ലെങ്കിൽ ലേഡീസ്? അപ്പൊ പലരും പറയും പീരീഡ്സ് സമയത്താണ്, പീരീഡ്സ് കഴിഞ്ഞിട്ടാണ്, മെൻസസ് വരുന്ന മെനാർക്കി സമയത്താണ്, അത് ഈ മെനോപ്പോ സമയത്ത്, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ നമ്മുടെ ലിറ്ററേച്ചറിൽ നമ്മുടെ മാസ്റ്റേഴ്സ് തന്നെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രഗ്നൻസി ഈസ് ദ ഐഡിയൽ ടൈം ടു ട്രീറ്റ് വിമൻ. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ?
എവിടെയോ കാരണം കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. യെസ്. കാരണം എല്ലാവരും പോയി എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഇന്ന് തന്നെ, കാരണം ഇത് വെറും വാക്കായിട്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ട് പോകാതെ നിങ്ങൾ ആ ലിറ്ററേച്ചർ എടുത്തത് വായിച്ചാൽ ഇറ്റ് ഇസ് ഫോർ എവർ, എക്കാലത്തേക്ക് നിങ്ങൾക്ക് അത് ഓർമ്മയിൽ ഇരിക്കുകയും, ഇതിനകത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഇരിപ്പുണ്ട്. 56 പേരുണ്ടെങ്കിലും ഒരു 10-25 സ്റ്റുഡൻസ് ഇതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ അടുത്ത് ഞാൻ പറയുക, ഇന്ന് തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് കമോമില്ല എന്ന ചാപ്റ്റർ എടുക്കണം. കമോമില്ലയിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 3-4 പേജിൽ തന്നെ ഇത് കെന്റ് തന്നെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ക്രോണിക് ഡിസീസിൽ ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ജോസ് ഐസക്കിന്റെ ഒരു ബുക്കിൽ ജോസ് ഐസക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് തന്നെ ഇത് ഈ വേദിയിൽ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കമോമില്ല ഇന്ന് തന്നെ വായിക്കണം. ഇതൊരു ഞാൻ പറയുന്നത് ഇത് ഒരു അസൈൻമെന്റ് ആയിട്ട് എടുക്കുക. കാരണം ഹോമിയോപ്പതി ഇഷ്ടപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, വായിച്ചിട്ടുള്ളവർ വായിക്കണ്ട, അല്ലാത്തവർ തീർച്ചയായിട്ടും കമോമില്ല എടുത്ത് ഇന്ന് ഇത് കണ്ടുപിടിച്ചിട്ട് അത് അണ്ടർലൈൻ ചെയ്തിടണം. പ്രഗ്നൻസി ഈസ് ദ ഐഡിയൽ ടൈം ടു ട്രീറ്റ് വിമൻ. അത് എന്തുകൊണ്ടാണ്? പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് അല്ലെ, ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. മുടി വളരുന്ന പോലെ, വിരൽ വളരുന്ന പോലെ, നഖം വളരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഓർഗൻ വളരുന്ന പോലെയുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ സമയത്ത് ഈ നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് ഇവർക്കില്ലാത്ത രോഗങ്ങളില്ല. പ്രഷർ വരുന്നു, ഷുഗർ വരുന്നു, ക്രാംസ് ഉണ്ടാവുന്നു, ബ്ലീഡിങ് ഉണ്ടാവുന്നു, ഗ്യാസ് വരുന്നു, പേടി വരുന്നു, പ്രഷർ എന്തെല്ലാം കാണിക്കാവോ, നീര് വരുന്നു അല്ലെ, ലുക്കോറിയ ഉണ്ടാകുന്നു. ഈ ലോകത്തിൻ്റെ അകത്ത് എല്ലാ രോഗങ്ങളും ഈ സമയത്ത് കാണിക്കും. ഇതെന്തോ പ്രതിഭാസമാ? ഇവിടെ ഒരു നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ് നടക്കുമ്പം ഇത്രയും സിംറ്റംസ് ഈ ലേഡി കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെയാണ് ഒന്നെങ്കിൽ ഈ 25 വയസ്സ് വരെയും സപ്രസ് ചെയ്ത് വെച്ചിരുന്ന സിംറ്റംസ് എല്ലാം കൂടി ഈ സമയത്ത് ഡോമിനന്റ് ആയിട്ട് വരുന്നു അല്ലെ. സ്ലംബറിങ് സോറ എന്നാ പറയുന്നത്, കെന്റതാ പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഹെറിറ്ററി ടെൻഡൻസീസ് അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കാൻ വേണ്ടി യൂട്രസ് വഴി കയറി വരുന്ന സാധനങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഈ പേഷ്യന്റ് ഡയബറ്റിക് ആവും, അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവുമോ അതെല്ലാമാണ് ഇപ്പൊ കാണിക്കുന്നത്. സോ ദ ബോഡി ഈസ് ഷോയിങ് യു ട്രീറ്റ് മീ, ട്രീറ്റ് മീ, ട്രീറ്റ് മീ, എന്നെ ചികിത്സിക്കൂ എന്ന് പറയുന്ന സമയമാണ്. അപ്പോഴാ മോഡേൺ മെഡിസിൻ പറഞ്ഞ അയ്യോ തുടരുതേ, മരുന്ന് കൊടുക്കരുതേ, കൊച്ചു കുഴപ്പമാണ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രൈമസ്റ്ററാണെങ്കിൽ തൊടാനേ നിൽക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഹനുമാൻ പറയുന്നു, കെന്റ് പറയുന്നു, കൊടുക്ക്, ഈ സമയത്ത് മരുന്ന് കൊടുക്ക്. നിങ്ങളുടെ പ്രഗ്നൻസി സേഫ് ആകുന്നു, ഡെലിവറി സേഫ് ആകുന്നു, അടുത്ത ജനറേഷനെ നിങ്ങൾ സേഫ് ആക്കുന്നു. ട്യൂബർക്കുലർ ടെൻഡൻസി പോകുന്നു, സൈക്കോട്ടിക് ടെൻഡൻസി പോകുന്നു, സിബിലിറ്റി ടെൻഡൻസി പോകുന്നു. അപ്പൊ ഡയബറ്റിക് ടെൻഡൻസി മാറുന്നു, ആസ്മാറ്റിക് ടെൻഡൻസി മാറുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസറസ് ടെൻഡൻസി മാറുന്നു. അപ്പം ഈ യൂട്രസിൽ വെച്ച് തന്നെ യു ക്യാൻ ബ്ലോക്ക് ഓൾ ദ ടെൻഡൻസീസ്. ഈ സമയത്ത് ചികിത്സിക്കണം എന്ന് നിങ്ങൾ എല്ലാ ക്ലിനിക്കുകളിലും എഴുതി വെക്കണം. പ്രഗ്നൻസി ഈസ് ദ ഐഡിയൽ ടൈം ടു ട്രീറ്റ് വിമൻ. പ്രഗ്നൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരുന്ന് കഴിക്കണം എന്ന് ധൈര്യമായിട്ട് പറയണം അല്ലേ. ഫോർ യങ്സ്റ്റേഴ്സ്, ജൂനിയേഴ്സിന്റെ അടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് കമമില്ല വായിച്ചിട്ടേ കിടക്കാവൂ, അത് എന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഓക്കെ. ദെൻ ഹൈ ബ്ലഡ് പ്രഷർ. നമുക്ക് സാധാരണ രീതിയിൽ റുട്ടീനായിട്ട് കൊടുക്കുന്ന റൗൾഫിയ ഉണ്ട്, അമൈൽ നൈട്രോസും ലോ പൊട്ടൻസി കൊടുക്കണം. ഓറമേറ്റ് വണ്ണം കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ഡോസേ കൊടുക്കുക, കൂടുതൽ കൊടുത്ത് കുളവാക്കരുത് കേട്ടോ. സമയം 5 മിനിറ്റേ ഉള്ളേ. അയ്യോ, അപ്പൊ നമ്മൾ പ്ലാന്റ്സിലും എത്തിയില്ല, ആനിമൽസിലും എത്തിയില്ല. ഐ എം വെരി സോറി. തീർച്ചയായിട്ടും നമുക്ക് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ തീരുമാനിക്കും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെ ഇവിടെ ഇരിക്കുന്നവര് പറയാം ഇവനെ കൊണ്ട് തോറ്റല്ലേ, ഇവൻ ഇതൊന്ന് തീർക്കുമെന്ന് പറഞ്ഞിട്ട് തീർത്തില്ലല്ലോ എന്നല്ലേ പറയൂ. അങ്ങനെ വിചാരിക്കില്ല ഡോക്ടർ. കാരണം കേൾക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കേൾക്കുക, എല്ലാവർക്കും എഴുതാനുള്ള അവസരം ഉണ്ടാവുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് മുന്നോട്ട് പോയി നമുക്ക് ചർച്ചയ്ക്കൊക്കെ സമയം ഒരുക്കാം. പക്ഷെ അതാത് ക്ലാസ്സിലെ ചർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ട് അതാത് ക്ലാസ്സിലാണെങ്കിൽ ഒരിത്തിലൂടെ സൗകര്യമായിരുന്നു. ഇനി മറ്റേ ടച്ച് വിടും. ഇല്ല, ചർച്ച വേണം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു മരുന്നോട് ഞാൻ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. കാരണം പ്ലാന്റ്സിന് നമ്മൾ ഈ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ഡോക്ടറെ. ആണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം വിശദമായിട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. അങ്ങനെ ഓക്കെ, അതിലേക്കാ പോന്നെ. ഒരു ഡ്രഗ് നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഒച്ചുണ്ടല്ലോ, ഒച്ചിനുള്ള ഒരു മരുന്ന്
എല്ലാ വീടുകളിലും ഒച്ചുണ്ടെന്ന് പറയുന്നു. ഹോമിയോ മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഹെലിസ് ടോസ്റ്റ എന്നൊരു മരുന്നുണ്ട്. ഹെലിസ് ടോസ്റ്റ ഒച്ചിന് ഏറ്റവും ഫലപ്രദമായിട്ട് പ്ലാന്റ്സിൽ ഉപയോഗിക്കുക, അഗ്രികൾച്ചറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റ് കൺട്രീസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണ് ഇത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. പക്ഷെ നിങ്ങളൊന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ മരുന്ന് പഠിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. HELIX, ഇത് ഒച്ചിൽ നിന്ന് എടുക്കുന്ന മരുന്ന് തന്നെയാണ്, ഹെലിസ് ടോസ്റ്റ. അതൊരു പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, യു ക്യാൻ ഗോ ഫോർ ദ ഡിസ്കഷൻ. ഡിസ്കഷന് സമയമുണ്ടോ? 3 മിനിറ്റേ ഉള്ളൂ. നമുക്കൊരു 5 മിനിറ്റ് കൂടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാനിരിക്കാം. 10:27. അല്ല, ശ്രീധരക്കുറുപ്പ് സാറിന് മാത്രം അവസരം കൊടുക്കുക, അതിനുള്ള സമയമേ ഉള്ളൂ. ശ്രീധരക്കുറുപ്പ് സാർ ആൾറെഡി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശ്രീധരക്കുറുപ്പ് സാറ് സംസാരിച്ചോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. എന്തെങ്കിലും സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായമോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ പറയാം. കേൾക്കാമോ? കേൾക്കാം സാറേ. ഡോക്ടർ പറക്കുപറ്റി കൊള്ളായിരുന്നു, വളരെ ഉഗ്രമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വേണ്ടിയത്. അനുഭവത്തിൽ കൂടെ ഉള്ള കാര്യങ്ങൾ ന്യൂ ജനറേഷൻ പറഞ്ഞു കൊടുക്കണം. അത് തലമുറ മാറി, പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുദ്രാവാക്യമുണ്ട്, തലമുറ മാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന്. അങ്ങനെ വേണം. അതെ, അതുകൊണ്ട് വളരെ നന്നായിരുന്നു ക്ലാസ്. ഇനിയും അടുത്തത് എത്ര വേണേലും പതിയെ ഇതുപോലെ പോയാൽ മതി, അല്ലാതെ കഴിവ് വെച്ചിട്ട് കുറച്ച് പറയുന്നത് വലിയ കാര്യമില്ല. ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യുക, സ്ലോ സ്റ്റഡി ബട്ട് ഡെഫിനിറ്റ്, അങ്ങനെ ചെയ്യുക. അതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. ഇനിയും എന്താ പറയുന്നത്, ഇൻഫിനിറ്റി ഡേറ്റ് വരെ ഇത് പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നത്. വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഇതിന്റെ മുന്നത്തെ ക്ലാസ് സാർ കേട്ടായിരുന്നു? ഇല്ല, ഞാൻ കേട്ടില്ല. എനിക്ക് ഏകദേശം അറിയാം പുള്ളിയെ കുറിച്ച്. പുള്ളി എന്താണേലും മോശമാകേലെന്ന് എനിക്കറിയാം. എനിക്ക് പുള്ളിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ മേല. എനിക്ക് 25 വർഷം മുമ്പാണെന്ന് പറഞ്ഞു തിരുവനന്തപുരത്തൊരു റിസർച്ച് മെത്തഡോളജിയെ കുറിച്ചൊരു ക്ലാസ് വെച്ചിരുന്നു. പുള്ളി ഉണ്ടായിരുന്നു, ഞാനും. പുള്ളി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പുള്ളി ആദ്യം പരിചയപ്പെട്ടു, അന്ന് മുതലേ എനിക്കറിയാം. ഓർക്കുന്നുണ്ട് സാർ, നമ്മൾ നേരത്തെ പറഞ്ഞ സാർ ഇത്. അപ്പൊ അന്നേരം എനിക്ക് അന്ന് മുതലേ അറിയാം. അതുകൊണ്ട് ഒട്ടും മോശമാകുന്നില്ല, ഏറ്റവും നന്നായിരിക്കുന്നു. ഈ എത്ര മിനിറ്റ് ഉണ്ട്? 1 മിനിറ്റേ ഉള്ളൂ. ഇനി ഡോക്ടർ ശൈലജയ്ക്ക് താങ്ക്സ് പറഞ്ഞ് നിർത്താനുള്ള സമയമായി. അതുകൊണ്ട് ഇനിയും വരിക, വളരെ നന്നായിരിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്, എക്സലന്റ്. ഓക്കെ, സന്തോഷം സാറേ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാല് ഒരാൾക്കൂടെ ഒക്കെ പറയാനുള്ള സമയം വേണമെങ്കിൽ എടുക്കാം. ആരെങ്കിലും ഉണ്ടോ? പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യങ്സ്റ്റേഴ്സ്, സ്റ്റുഡൻസ് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. സ്റ്റുഡൻസ് പ്ലീസ് കം ഫോർവേഡ്. ജൂനിയേഴ്സ്, അവർക്ക് എങ്ങനെ തോന്നി ഇന്നത്തെ ക്ലാസ് കൊണ്ട്? എന്തെങ്കിലും കമന്റ്സ് ഒക്കെ പറയാനുണ്ടോ ആർക്കെങ്കിലും? ജൂനിയേഴ്സ് ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോ കമന്റ്സ്. നോ കമന്റ്സ്. എല്ലാരും വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച്, നീ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ. അത് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഹെലിക്സ് ടോസ്റ്റയുടെ പൊട്ടൻസി ചോദിച്ചിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. അത് സസ്പെൻഷൻ ഇരിക്കട്ടെ. ആരും പറയാൻ മുന്നോട്ട് വരുന്നില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോ? പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തായാലും വിലമതിക്കാൻ പറ്റാത്ത ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. വളരെ നല്ല ക്ലാസ് എടുത്ത യഹിയ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഡോക്ടർ മറിയാമ്മ ജോണേഷൻ. നന്ദി ഷൈന ഡോക്ടർ. എന്തായാലും എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അത്യാഹിത ഘട്ടങ്ങളിൽ എങ്ങനെ നമുക്ക് ചികിത്സിക്കാം എന്ന വിഷയത്തിൽ 2ാം ഭാഗമാണ് ഇന്ന് നമുക്ക് തന്നത്. വളരെയധികം പ്രയോജനമുള്ള ഇത്രയും നല്ല ക്ലാസ് ആയിരുന്ന യഹിയ ഡോക്ടർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഇതുപോലെ ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തരുന്നതിന്
ഡോക്ടർക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ ബാക്കിയുമായി എത്രയും വേഗം വരണം. ഈ പൊട്ടൻസി തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ധൈര്യം തരികയാണ്. ഡോക്ടറുടെ ഈ പൊട്ടൻസികൾ ഏത് കൊടുത്താലും എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. എങ്കിലും ഇത്രയും ധൈര്യമായിട്ട് ഡോക്ടറെ പൊട്ടൻസികളും പറഞ്ഞു തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ ക്ലാസ് തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, നന്ദി താങ്ക് യു. നന്ദി മറിയാമ്മ ഡോക്ടറെ. എന്തായാലും ഇനിയും ഇതിന്റെ ബാക്കി ഭാഗവുമായി ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷനോട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. തീർന്നില്ല ഇനി.